السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട അധ്യക്ഷൻ MPP സുലൈമാൻ, ആദരണീയനായ ഉദ്ഘാടകൻ TK പുകോദങ്ങൾ, ഇവിടെ ഉപഹാരം ഏറ്റുവാങ്ങിയ ശ്രീ കുഞ്ഞിരാമത്, പ്രിയപ്പെട്ട മജീദ് ഹാജി, നിഷാൻ പട്ടേൽ, മറ്റ് ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ മുസ്ലിം ലീഗിന്റെയും KMCC-യുടെയും പാർട്ടിയുടെ മറ്റ് പോഷക സംഘടനകളുടെയും എല്ലാം നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ അദ്ദേഹം ചെയ്തു തീർത്ത മാനവികതയുടെ പേരിൽ ആദരവ് നൽകപ്പെടുന്ന ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കാൻ അർഹതപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ് എന്നാണ് ഉത്തരമെങ്കിൽ, ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്ന ഒരു പൊതുയോഗം കൂടി സമഞ്ജസിക്കപ്പെട്ട സമ്മോഹനമായ മുഹൂർത്തത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. മനുഷ്യൻ ഈ പ്രകൃതിയോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും അത്യധികം കാരുണ്യത്തോടെ വർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അവന്റെ നന്മയ്ക്ക് വേണ്ടി സത്താവായ ദൈവം സംവിധാനിച്ച മതമാകട്ടെ, മുൻകാലത്തെ മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇവയെല്ലാം അടിസ്ഥാനപരമായി ഊന്നിയിട്ടുള്ളത് ഈ പ്രകൃതിയുടെയും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളുടെയും അതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായിട്ടുള്ള മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന സുപ്രധാനമായ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സമീപകാലത്ത് നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത് മതം എന്നാൽ കലാപമാണ്, രാഷ്ട്രീയമെന്നാൽ ചോരച്ചാലുകളാണ്, യുവത എന്നാൽ അസാൻമാർഗികതയുടെയും അരാജകത്വത്തിന്റെയും വക്താക്കളാണ്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ നാടിന്റെ നാശത്തിന് ഹേതുവാകുന്ന ചർച്ചകളുടെയും വാർത്തകളുടെയും കേന്ദ്രങ്ങളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കിടയിൽ പൊതുവെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ധാരണ ബലപ്പെടുത്താനാകുന്ന വിധത്തിൽ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ മതത്തിന്റെ പേരവകാശപ്പെടുന്നവരിൽ നിന്ന്, രാഷ്ട്രീയത്തിന്റെ പേരവകാശപ്പെടുന്നവരിൽ നിന്ന്, യുവാക്കൾക്കിടയിൽ നിന്ന്, മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട സംഗതികൾ, ഈ അരുതായ്മകൾ, ഈ ഭൂമിയുടെ വ്യാപ്തിയും ഭൂമിയിലെ മനുഷ്യന്റെ എണ്ണപ്പെരുക്കവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലവും കുറവാണ് എങ്കിൽ പോലും മാധ്യമങ്ങളുടെ ഒരു പൊതുനീതിയുണ്ട്. ആ പൊതുനീതി എന്ന് പറയുന്നത് പട്ടി മനുഷ്യനെ കടിക്കുന്നതല്ല വാർത്ത, മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ മനുഷ്യൻ പട്ടിയെ കടിക്കുന്നത് മാത്രം തേടിപ്പോവുകയും ആ പട്ടിയെ കടിക്കുന്നത് മാത്രം പ്രചരിപ്പിക്കുകയും എല്ലാ മനുഷ്യരും പട്ടിയെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നതാണ് സമകാലിക മാധ്യമരംഗം നമ്മുടെ ഇടയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ആ അപകടത്തിന്റെ ഫലമായി അമേരിക്കയും ഇസ്രായേലും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ലോകക്രമത്തിലെ സാമ്പത്തിക നിയന്ത്രണത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള എണ്ണയുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ ആ എണ്ണയുടെ ഉടമകളായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിലകൊള്ളുന്ന ഒരു മതം ഇസ്ലാം ആയതുകൊണ്ട് ആ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആ രാജ്യങ്ങളിൽ തങ്ങൾക്ക് മേധാവിത്വം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ എന്ന ഒരു ബോധത്തിലൂടെ, ഒരു പുതിയ ആശയത്തിലൂടെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും മുസ്ലിങ്ങൾക്ക് മേൽ അക്രമം അയച്ചു വരാനും ലോകത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഒരു ന്യായം സൃഷ്ടിക്കുന്നതിനു വേണ്ടി
ആ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല. മാത്രമല്ല, ഇസ്ലാമിക സ്റ്റേറ്റിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ബഗ്ദാദുകാരനല്ല. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മാതാവിനും മുസ്ലിം പിതാവിനും പിറന്നിട്ടുള്ള ഒരു മുസ്ലിം അല്ല. മറ്റു സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കൾക്ക് പിറക്കുകയും പിന്നീട് ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുവിശ്വാസിയുമല്ല. പിന്നെയോ അദ്ദേഹം സാക്ഷാൽ യഹൂദ മാതാപിതാക്കൾക്ക് പിറക്കുകയും യഹൂദ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന യഹൂദികളുടെ രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ അവരുടെ ചാരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സയനിസത്തിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ്, ആ മൊസാദിൽ ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ള ഒരു യഹൂദ പ്രവർത്തകനാണ് ഈ അബ്ദുൽ ഖാദർ ബഗ്ദാദി എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവൻ. ആ ഇസ്ലാമിക് സ്റ്റേറ്റാണ് സിറിയയുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിറിയയുടെ രാഷ്ട്രീയം സൗദിയുടെ രാഷ്ട്രീയമല്ല, കുവൈറ്റിന്റെ രാഷ്ട്രീയമല്ല, UAE-യുടെ രാഷ്ട്രീയമല്ല, മറ്റ് പല മുസ്ലിം രാജ്യങ്ങളുടെയും രാഷ്ട്രീയമല്ല. അതിനപ്പുറത്ത് സിറിയൻ രാഷ്ട്രീയത്തിന് ഒരു ഷിയാ ടച്ചുണ്ട്. ആ ഷിയാ ടച്ച് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ മഹാഭൂരിപക്ഷം വരുന്നത് സുന്നികളാണെങ്കിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം ഷിയാ വിശ്വാസികളാണ്. പ്രവാചകാനന്തരമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ നായകത്വം അബൂബക്കറിനായിരുന്നോ അല്ല അലിയനായിരുന്നോ അവകാശപ്പെട്ടത് എന്ന തർക്കത്തിൽ നിന്ന് ആരംഭിക്കുകയും പിൽക്കാലത്ത് വിശ്വാസ വ്യതിചലനത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഷിയിസം എന്ന് പറയുന്നത്. കാലക്രമത്തിൽ ഷിഈസവും സുന്നിസവും തമ്മിൽ സംയോജിക്കേണ്ട അനിവാര്യതകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ലോകരാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. അലി ശരീഅത്തിയെ പോലെ വിഖ്യാതരായ ഇറാൻ ചിന്തകന്മാർ അവര് പറഞ്ഞിട്ടുണ്ട്, ലാ ശിഈയ വലാ സുന്നിയ ഇസ്ലാമിയ. ഷിഈസം വേണ്ട, സുന്നിസവും വേണ്ട, ഇസ്ലാമിസം മതി എന്ന ഒരു ആശയത്തോടു കൂടി ഈ ഷിയാ സുന്നി തർക്കത്തിനിടയിൽ ഒരു അനുരഞ്ജനം ഉണ്ടാക്കാൻ, ഏതർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അബൂബക്കറാണ് പിൻഗാമിയാകേണ്ടത് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്ക് ന്യായമുണ്ട്. കാരണം പ്രവാചകൻ അവിടുത്തെ അവസാനത്തെ നിമിഷങ്ങളിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിച്ചത് അബൂബക്കറിനെയായിരുന്നു എന്ന ന്യായം കൊണ്ട് പ്രവാചകൻ എന്നിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു എന്തെല്ലാം ഊതി തന്നിട്ടുണ്ടോ അതെല്ലാം അബൂബക്കറിന്റെ ഹൃദയത്തിലേക്ക് ഊതി കൊടുക്കാതെ ഇരുന്നിട്ടില്ല എന്ന പ്രവാചകന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രവാചകൻ അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, പ്രവാചകൻ അബൂബക്കറിന് നൽകിയിട്ടുള്ള ചുമതലകളുടെ വെളിച്ചത്തിൽ അബൂബക്കറാണ് പിൻഗാമിയാകാൻ യോഗ്യനെന്ന് പറയുന്ന സുന്നികളുടെ വാദത്തിന് ന്യായമുണ്ട് എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെ പ്രവാചകൻ ഹിജ്റ പോകുന്ന വേളയിൽ മക്കാ മുശ്രിക്കുകൾ പ്രവാചകന്റെ ഭവനം വളഞ്ഞപ്പോൾ ആ വളഞ്ഞിരിക്കുന്ന ഭവനത്തിൽ നിന്ന് പ്രവാചകൻ എഴുന്നേറ്റ് ഹിജ്റക്ക് പുറപ്പെടുകയും തന്റെ വിരിപ്പിൽ അലിയെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് താൻ ജനങ്ങൾക്ക് നൽകാനിരിക്കുന്ന, ജനങ്ങൾ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതകൾ, ആ ബാധ്യതകൾ നിർവഹിക്കാൻ അലിയെ ചുമതലപ്പെടുത്തുകയും വഴി ചില യുദ്ധങ്ങളിൽ പ്രവാചകൻ പങ്കെടുക്കാൻ പോകുമ്പോ ആ യുദ്ധങ്ങളിലേക്ക് അലിയെ കൂട്ടാതെ അലിയിനോട് മദീനയിൽ കഴിഞ്ഞുകൂടാൻ കൽപ്പിക്കുക വഴി അലിയിലെയും പിൻഗാമിയായി പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന ഷിയാക്കളുടെ വാദത്തിനും ന്യായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ ഒരു അനുരഞ്ജനം ഉണ്ടാക്കാനുള്ള ശ്രമവും ആഗോള ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആ അനുരഞ്ജനം പൂർണ്ണമായി നടന്നിട്ടില്ല എന്നത് നമുക്കിന്ന് ലോകരാഷ്ട്രീയത്തെ വായിച്ചെടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അവിടെ ബഷറുൽ അസദ് എന്ന് പറയുന്ന സിറിയയുടെ പ്രസിഡന്റ് ഈ ഷിയാ ചിന്താധാരയെ അംഗീകരിക്കുന്ന ഒരാളാണ്. ആ ചിന്താധാരയെ അംഗീകരിക്കുന്ന ബഷറുൽ അസദിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സുന്നികളുടെ ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഈ ബഗ്ദാദിയെ കൊണ്ട് ആദ്യം അമേരിക്ക പോരാട്ടം ആരംഭിക്കുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ഓരോ പ്രവിശ്യകളിൽ, ഓരോ രാഷ്ട്രങ്ങളിൽ, അവരിടപെടാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൽ ഏതു പക്ഷത്തോടൊപ്പം ചേരലാണ് തങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ട് അവരോടൊപ്പം ചേരുക എന്നതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഒരു കാതൽ.
ഇന്ത്യ ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാടുകളുടെ ഒരു ഐക്യരൂപം ഈ രാജ്യത്തുണ്ട് എന്ന് ബോധ്യം വന്ന കാലത്ത് നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചവരാണ് അമേരിക്കക്കാർ. ഇന്ത്യയിലെ 33% മാത്രം വോട്ടുള്ള ഒരു മുന്നണി ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 2/3 ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ജനങ്ങൾക്കല്ല, മറിച്ച് ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധമായ ജനസമൂഹത്തെ ഐക്യപ്പെടുത്തിയിട്ട് ഈ 33%-നെതിരെ 67% വോട്ട് ഏകീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പ്രതികൾ എന്ന് കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ ജനശക്തിയിലാണ് സക്കറിയ നിരീക്ഷിച്ചത്. വാസ്തവം അതാണ്. ഇന്ത്യ ഫാസിസ്റ്റ് വിരുദ്ധമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനത ഫാസിസ്റ്റ് വിരുദ്ധ ചിന്ത വെച്ച് പുലർത്തുന്നവരാണ്. അവര് RSSനോട് ഐക്യദാർഢ്യം പുലർത്തുന്നവരല്ല. അവര് ജനസംഘത്തിന്റെ നിലപാടുകളോട് യോജിക്കുന്നവരല്ല. അവര് ഹിന്ദു മഹാസഭയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നവരല്ല. ഇന്ത്യ രാജ്യത്തെ 33% വോട്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗ്രൂപ്പിലുള്ളത്. പക്ഷേ അവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണം കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു. ഒരിക്കൽ വിസ നിഷേധിച്ച അമേരിക്ക ഇന്ന് നരേന്ദ്രമോദിയെ ആഘോഷിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ത്യൻ താല്പര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ഏറ്റവും എളുപ്പം, അതിനുള്ള ഏറ്റവും നല്ല പാലം നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ താല്പര്യങ്ങളിൽ ഇടപെടാൻ എത്രത്തോളം എന്ന് ആലോചിക്കണം. ഫേസ്ബുക്കിന്റെ ആസ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പിക്ചർ ഇന്ത്യക്കാർ മുഴുവൻ ദേശീയ പതാകയുടെ നിറമുള്ള പിക്ചറാക്കണം എന്ന ഒരാഹ്വാനം നരേന്ദ്രമോദിയെ കൊണ്ട് മുഴക്കിച്ചു. എന്തായിരുന്നു അതിന്റെ ഹിഡൻ അജണ്ട? അതിന്റെ ഹിഡൻ അജണ്ട ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നാം നടത്തുന്ന സ്വകാര്യമായ ഇടപെടലുകൾ പോലും പരസ്യപ്പെടുത്താൻ ഇന്ത്യക്കാരൻ അനുകൂലമാണ് എന്ന് ഫേസ്ബുക്ക് കമ്പനിയുമായി ഉണ്ടാക്കിയ നരേന്ദ്രമോദിയുടെ കരാർ, ആ കരാറിന് എത്രത്തോളം പിന്തുണയുണ്ട് ഇന്ത്യയിലെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു അത്. നമ്മളാരും അത് അറിഞ്ഞില്ല. ഈ ഹിഡൻ കരാർ നമ്മളാരും അറിഞ്ഞില്ല. ദേശീയ പതാകയുടെ ചിഹ്നത്തിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ പ്രദർശിപ്പിക്കണമെന്ന ഒരാഹ്വാനം വന്നപ്പോ ഉടൻ തന്നെ നാട്ടിലെ RSS വിരുദ്ധരായ, സംഘപരിവാർ വിരുദ്ധരായ, സാമ്രാജ്യത്വ വിരുദ്ധരായ മനുഷ്യന്റെ കാത്തുരക്ഷിക്കണം എന്ന് അഭിപ്രായമുള്ള ആളുകളടക്കം DYFI-കാരനും യൂത്ത് ലീഗുകാരനും യൂത്ത് കോൺഗ്രസുകാരനും മറ്റു പാർട്ടിക്കാരും എല്ലാം ഫേസ്ബുക്കിൽ ആർക്കൊക്കെ അക്കൗണ്ട് ഉണ്ടോ അവരൊക്കെ അവരുടെ പ്രൊഫൈൽ പിക്ചർ ഈ ദേശീയ പതാക കൊണ്ട് അലങ്കരിച്ച് പ്രദർശിപ്പിക്കാൻ മത്സരിച്ചു. നരേന്ദ്രമോദി എന്ന പാലത്തിലൂടെ എങ്ങനെ സാമ്രാജ്യത്വം നമ്മുടെ സ്വകാര്യതകളെ തട്ടിക്കൊണ്ടുപോകാൻ എങ്ങനെ ശ്രമിക്കുന്നുവെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലളിതമായ വഴികളിലൂടെ ഗൗരവതരമായ സംഗതികളെ നേടിയെടുക്കാനുള്ള സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രങ്ങൾ. ആ കുതന്ത്രങ്ങൾക്ക് എത്രമാത്രം കരുത്തുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് ഈ വിഷയത്തിലൂടെ ലഭിച്ചതെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയെ ആയുധമാക്കുന്നത് പോലെ സിറിയയിൽ അവിടെ സുന്നി മുസ്ലിങ്ങളെ ആയുധമാക്കലാണ് നല്ലത് എന്ന് അമേരിക്ക കണ്ടു, ഇസ്രയേൽ കണ്ടു. സുന്നി മുസ്ലിങ്ങളെ കൊണ്ട് ഒരു ഷിയ ഭരണകൂടത്തിനെതിരെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നയിപ്പിച്ചു. ആ പോരാട്ടത്തിന്റെ മുന്നിൽ ഈ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഈ ഇസ്രയേലിയായ യഹൂദിയായ മുസ്ലിം വിരുദ്ധനായ ഇയാൾ നിലകൊണ്ടു. എന്നിട്ട് അവിടെ ഇന്ന് അഭയാർത്ഥി പ്രവാഹമാണ്. ഐലാൻ കുർദി എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞു, നമുക്കറിയാലോ, തുർക്കി തീരത്ത് തിരമാലകൾ അടിച്ച് കരയിലേക്ക് വരുമ്പോ ആ തിരമാലകളുടെ അലയടിക്കടയിൽ ഒരു കുഞ്ഞിന്റെ ശരീരം തുർക്കിക്കരയിലേക്ക് കടന്നു വരികയാണ്. നീലലിക്കറുട്ട മനോഹരമായ വസ്ത്രം ധരിച്ച 2-3 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ആ ഐലാൻ കുർദി എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞ്, അദ്ദേഹത്തിന്റെ ആ കുഞ്ഞിന്റെ മൃതശരീരം കമഴ്ന്ന് തുർക്കി തീരത്ത് കിടക്കുന്നത് കാണുമ്പോ ലോകത്ത് മനുഷ്യത്വമുള്ള വല്ല ഹൃദയം തേങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായെങ്കിൽ ഐലാൻ കുർദി ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും ഇസ്രായേലും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന അക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ, സംഹാരത്തിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന അഭയാർത്ഥി വിഷയങ്ങളുടെ ഏറ്റവും മൂർത്തമായ ഒരു രൂപത്തെയാണ് ഐലാൻ കുർദി എന്ന് പറയുന്ന ആ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുകയുണ്ടായത്. നമ്മുടെ ഈ
സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ച ആ IS പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക, മറ്റു മതവിശ്വാസികളെ കൊന്നൊടുക്കുക, മുസ്ലിങ്ങളെ തന്നെ അവാന്തര വിഭാഗങ്ങളെ കൊന്നൊടുക്കുക, സ്ത്രീകളെ കൊണ്ടുപോവുക, ബലാത്കാരം ചെയ്യുക, അതിന് ഇസ്ലാമിന്റെ പേര് പറയുക. ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഗുജറാത്തിലെ കലാപവേള, ആ കലാപവേളയിൽ 3000-ഓളം വരുന്ന മുസൽമാന്മാരെ കൊന്നൊടുക്കി. അന്ന് RSSകാർ എന്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും അവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ലാത്ത അന്വേഷണ കമ്മീഷനുകൾ പിന്നീട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ തന്നെ കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണയോ അതുപോലുള്ള ഇന്ധനമോ മറിഞ്ഞിട്ടാണ് ആ ബോഗി കത്തിയത് എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയല്ലോ. ഒരിക്കലും ആ ബോഗിക്കകത്തേക്ക് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ബോഗിക്കകത്തേക്ക് മനുഷ്യർക്ക് ആർക്കും ഈ ഇന്ധനം ഒഴിക്കാൻ പറ്റാത്ത വിധം വളരെ ഉയരത്തിലാണ് ആ ബോഗിയുടെ ഷട്ടറുകൾ എന്ന് കണ്ടെത്തിയ അന്വേഷണ കമ്മീഷൻ. ബോഗിക്കകത്തു നിന്നാണ് തീപിടിച്ചത് എന്ന്. ക്ഷേത്രത്തിൽ നിന്ന് ആരാധന കഴിഞ്ഞു വരുന്ന വിശ്വാസികൾ യാത്ര ചെയ്യുന്ന ഒരു ബോഗിക്കകത്ത് നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി, ആ തീപിടുത്തം എങ്ങനെ ഒരു വലിയ കലാപത്തിന്റെ കാരണമായി തീർന്നുവെന്നത് നമ്മൾ അന്വേഷിക്കേണ്ടത് സംശോധനായ സ്പർശിന്റെ ഹൈദരാബാദിലെ മക്ക മസ്ജിദിന്റെ ഒക്കെ സ്ഫോടനങ്ങളുടെ വെളിച്ചത്തിൽ അവിടെ നടന്നിട്ടുള്ള അക്രമങ്ങളുടെ വെളിച്ചത്തിലും ന്യൂനപക്ഷങ്ങളാണ് ഈ അക്രമം നടത്തിയത് എന്ന് പൊതുബോധമുണ്ടാക്കി ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പിടിച്ച് ജയിലിലടച്ച് പിന്നീട് പുരോഹിത് എന്ന് പറയുന്ന RSSന്റെ നേതാവിനെ ഏതോ ഒരു വിഷയത്തിൽ പിടിച്ച് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ തങ്ങളാണ് ഈ അക്രമങ്ങളൊക്കെ നടത്തിയത് മുസ്ലിങ്ങളുടെ പേരിൽ വെച്ചുകെട്ടാൻ എന്ന അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ വെളിച്ചത്തിൽ ATS എന്ന് പറയുന്ന തീവ്രവാദ വിരുദ്ധ സംഘമുണ്ടാക്കി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി നമ്മുടെ കാർക്കരെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. എന്താ സംഭവിച്ചത്? ആ കാർക്കരെ സത്യത്തിന്റെ മേൽ പതിക്കപ്പെട്ട കാർമേഘങ്ങൾ കീറി മുറിച്ച് യാഥാർത്ഥ്യത്തിന്റെ തെളിച്ചമുള്ള മുഖങ്ങളെ ലോകത്തിന്റെ മുമ്പാൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇന്ത്യ രാജ്യത്ത് നടന്ന ഒട്ടേറെ സ്ഫോടന പരമ്പരകൾ, ഒട്ടേറെ ആക്രമണങ്ങൾ അത് ഹിന്ദു തീവ്രവാദികൾ തന്നെ നടത്തിയിട്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മേൽ കെട്ടിവെച്ചതാണ് എന്ന യാഥാർത്ഥ്യം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നൊരു ബോട്ട് വരുന്നത് ബോംബെയിലേക്ക്. ആ ബോംബെയിലേക്ക് വന്ന ബോട്ടിൽ അജ്മൽ കസബ് ഉണ്ടായിരുന്നു പത്രേ, വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു പത്രേ. അവര് ഒബേറോയ്, താജ് തുടങ്ങിയ ഹോട്ടലുകൾ ആക്രമിക്കുന്നത്. ആ അക്രമം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം കാർക്കരെ ഈ അക്രമത്തെ നേരിടാൻ വേണ്ടി കടന്നു പോകുമ്പോ ഞാനന്ന് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർക്കരെ താജ് ഹോട്ടലിന്റെ മട്ടുപ്പാവിലേക്ക് കയറി പോകുന്ന കണ്ടപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എന്റെ മനസ്സ് പറഞ്ഞിരുന്നു, എന്റെ അടുത്തിരിക്കുന്ന ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഓപ്പറേഷൻ ഇയാളെ കൊല്ലാനുള്ളതാണ്, കാർക്കരെ കൊല്ലാനുള്ളതാണ്. സാമ്രാജ്യത്വത്തിന്റെയും ഫാസിസത്തിന്റെയും മനസ്സിന്റെ നിഗൂഢതകളെ നമുക്ക് നമ്മുടെ നേർക്കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല. നാം നമ്മുടെ ഈ പുറം കണ്ണിനകത്ത് ഒരകക്കണ്ണൊളിപ്പിച്ചു വെച്ചാലല്ലാതെ, നാം നമ്മുടെ പുറം കാതുകൾക്ക് പുറത്ത് ഒരകക്കാത് കൊണ്ട് കേൾക്കാൻ ശ്രമിച്ചാലല്ലാതെ സാമ്രാജ്യത്തിന്റെയും ഫാസിസത്തിന്റെയും നിഗൂഢതകളെ നമുക്ക് കണ്ടെത്താനാവില്ല. പറഞ്ഞതുപോലെ, നമ്മൾ പറയുന്നതുപോലെ അരമണിക്കൂർ കൊണ്ട് പുറത്തു വരുന്ന വാർത്ത എന്താണ്? ആ ഓപ്പറേഷനിൽ കാർക്കരെ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നാണ് ഈ കുറ്റവാളികൾ വന്നതെങ്കിൽ നമ്മൾ ന്യായമായി മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനും ഇന്ത്യയിലെ സംഘപരിവാരും തമ്മിൽ ബന്ധമുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയിലെ സംഘപരിവാരവും തമ്മിൽ ബന്ധമുണ്ട്. അതല്ലെങ്കിൽ ഈ അജ്മൽ കസബ് ഒക്കെ ക്രിയേറ്റഡ് ആയിട്ടുള്ള പാകിസ്ഥാനികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടിലൊന്നാണ് ഞാനിവിടെ പറയുന്നത്. ഈ രൂപത്തിൽ ISനെ അവിടെ അവതരിപ്പിച്ച ഈ ആളുകൾ ഇന്ത്യയിൽ ഈ സംഘപരിവാർ തന്നെയാണ് ഗോത്രയിൽ തീവച്ചത്. എന്നിട്ട് അതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപം നടത്തിയത്. 3000 മനുഷ്യർ കൊല്ലപ്പെട്ടു. അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഗർഭിണിയായ 5 മാസം ഗർഭിണിയായ പെൺകുട്ടി, അവൾ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മാസികൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്, 12ഓളം ആളുകൾ
എന്റെ ചുറ്റും കൂടി രാം 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 എന്ന മന്ത്രമൊലിവിട്ട് ചിലർ എന്റെ വായയിൽ ചവിട്ടിപ്പിടിച്ച് മറ്റു ചിലർ എന്നെ മൃഗീയമായി ഓടിക്കുകയായിരുന്നു. എന്റെ ഉദരത്തിൽ കുഞ്ഞ് ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് പറയാൻ ഇവരൊന്ന് കാലെടുത്താൽ എനിക്ക് നാക്ക് ചലിപ്പിക്കാമായിരുന്നുവല്ലോ എന്ന് കരുതിയിട്ട് എത്രയോ നേരം ഞാൻ കാത്തുനിന്നു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവരൊന്ന് കാലെടുത്തപ്പോ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അരുതേ, എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ കൊല്ലരുത്, നിങ്ങൾ എന്നെ വിട്ടേക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തൃശൂലമെടുത്തിട്ട് എന്റെ ഉദരത്തിലേക്ക് കുത്തിക്കയറ്റിയിട്ട് ആ തൃശൂലമൊന്ന് തിരിച്ചു പിടിച്ചിട്ട് ആ ഉദരത്തിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. സച്ചിദാനന്ദൻ പാടിയിട്ടുണ്ട്, ഒരു കുഞ്ഞും പിറന്നിട്ടുണ്ടാവിൽ ഇന്നോളം അഗ്നിനാളത്തിലേക്ക് ആദിമശ്വാസം തന്നെ അന്തിമശ്വാസമായി അഗ്നിനാളത്തിൽ വിലയം ചെയ്യവേ ആ കുഞ്ഞിളം മനസ്സെന്നോട് ചോദിച്ചു, എന്തു തെറ്റ് ചെയ്തിട്ട് ഞാൻ, എന്തു തെറ്റ് ചെയ്തിട്ട് ഈ രാജ്യത്ത് നടമാടിയപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി മാത്രം 735 കോടി രൂപ ഇതിനകം ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രി ഒരു ദിവസം വിദേശ രാജ്യങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന 4 ജോഡി വസ്ത്രമെങ്കിലും മാറി മാറി ഉടുക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ വൈഫിയാക്കും എന്ന് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി അറിയണം 735 കോടി വിദേശ രാജ്യങ്ങൾ കാണാൻ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി അറിയണം. ഒരു ദിവസം 4 ജോഡി ഡ്രസ്സുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആ ഡ്രസ്സുകൾ ധരിക്കുന്ന പ്രധാനമന്ത്രി അറിയണം. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഞാൻ വൈഫിയാക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി അറിയണം. ഇപ്പോഴും ഇന്ത്യയിലെ 35 കോടി മനുഷ്യന്മാർ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ദരിദ്രാവസ്ഥയിലാണ്. മാസങ്ങൾ, ഒരു മാസത്തിൽ ഒരിക്കൽ പോലും വസ്ത്രം ധരിക്കാൻ പറ്റാത്ത ദരിദ്രാവസ്ഥയിലാണ്. അടച്ചിട്ട മറവുള്ള ഒരു പരിസരത്ത് മലമൂത്ര വിസർജനം പോലും നടത്താൻ കക്കൂസില്ലാതെ പരസ്യമായി ആളുകൾ കാണുന്ന തെരുവുകളിൽ മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികളിലാണ് ഈ രാജ്യത്തെ 35 കോടിയോളം മനുഷ്യന്മാരെന്ന് ഈ പ്രധാനമന്ത്രി അറിയണം. ആ കക്കൂസില്ലാത്തവന് കക്കൂസ് കൊടുത്തിട്ട് വേണം, ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് ഉടുതുണി എത്തിച്ചു കൊടുത്തിട്ട് വേണം, ഒരു നേരത്തെ വയർ നിറക്കാൻ ഗതിയില്ലാത്തവന് ഭക്ഷണത്തിന്റെ വഴി എത്തിച്ചു കൊടുത്തിട്ട് വേണം. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്കാരന്റെ നികുതി പണം കൊണ്ട് കളിക്കാൻ. ആ നരേന്ദ്രമോദി അന്ന് പറഞ്ഞു, അഭിമാനത്തോടെ പറയൂ, നമ്മൾ ഹിന്ദുക്കളാണ്. ഇന്ത്യ ലോകത്തിൽ സമ്മാനിച്ച അഹിംസയുടെ മൂർത്തിമത്ഭാവമായിരുന്നു ശ്രീബുദ്ധൻ. തനിക്ക് ചുറ്റും നടമാടുന്ന രോഗം, വിരഹം, ദുഃഖം എന്നീ സമസ്യകൾ കണ്ടിട്ട് എന്റെ സഹജീവികളുടെ ഈ ദുഃഖങ്ങളുടെ മധ്യേ ഞാൻ എങ്ങനെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുമെന്ന് ചിന്തിച്ച് അധികാരം വിട്ടെറിഞ്ഞ് തെരുവിലേക്ക് കടന്നു വന്ന് ബോധ്യമുട്ട ചുവട്ടിൽ തന്റെ സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അവിടെ തപസ്സിരുന്ന ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥൻ, ഗൗതമബുദ്ധൻ അഹിംസയുടെ തത്വശാസ്ത്രത്തെ ഈ ലോകത്തിന് സമ്മാനിച്ച ആ ബുദ്ധമതത്തിന്റെ നേതാവിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മതം ബുദ്ധമതം. ആ ബുദ്ധമതക്കാരാണ് മ്യാൻമറിൽ അവിടുത്തെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നത്. 5-10 മനുഷ്യന്മാർ ഒരു പിഞ്ചു കുഞ്ഞിന്റെ തല മുതൽ കാല് വരെ കയറി നിൽക്കുകയാണ്, കഴുത്തിനുമേൽ കയറി നിൽക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ബുദ്ധമതത്തിന്റെ പേരിൽ. ഞാൻ പറയുന്നത് ഈ IS അവിടെ ഇവിടെ ചിലപ്പോൾ സുഡാപ്പിയായിരിക്കും. IS അവിടെ ഇത്തരം കൈരാധികതകൾ കാണിക്കുമ്പോ സുഡാപ്പിക്കാരൻ ചിലപ്പോ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വല്ല പോത്തിന്റെ തലവെക്കുന്ന ഏർപ്പാട് മാത്രമേ ഒരുപക്ഷെ അവർ ചെയ്യാൻ കഴിയുന്നുണ്ടാകൂ. പക്ഷെ രണ്ടുപേരും നിർവഹിക്കുന്ന ഒരേ ദൗത്യമാണ്. എന്താണ് ദൗത്യം?
കാരുണ്യത്തിന്റെ മതമായ, സ്നേഹത്തിന്റെ മതമായ, ഉദാരതയുടെ മതമായ, ദയയുടെ മതമായ പരിശുദ്ധ ഇസ്ലാമിനെ മുസ്ലിങ്ങളല്ലാത്തവരുടെ മുന്നിൽ ഏറ്റവും മ്ലേച്ഛമായി അവതരിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ സംഘങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ തടവുകാരിയാക്കപ്പെട്ട രാജകുമാരി, സുന്ദരിയായ രാജകുമാരി, ആ രാജകുമാരി പ്രവാചകന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ പ്രവാചകന്റെ മതവിശ്വാസികളായ സ്ത്രീകൾക്ക് ധരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ അത്രയും അളവിൽ മറക്കാനുള്ള വസ്ത്രം ആ പെൺകുട്ടിക്കില്ല. എന്താണ് പ്രവാചകൻ ചെയ്തത്? സുന്ദരിയായ ആ രാജകുമാരിയുടെ നഗ്നമേലി കണ്ട് ആസ്വദിക്കാലോ എന്ന് കരുതിയിട്ട് അതേപോലെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ കൽപ്പിക്കുകയല്ല. മറിച്ച് പ്രവാചകൻ ചെയ്തത് താൻ തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയം ആ പെൺകുട്ടിക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട്, സഹോദരി, നീ നിന്റെ മാനം മറക്കൂ, എന്നിട്ട് എന്റെ മുന്നിൽ വന്നാൽ മതി എന്ന് കൽപ്പിക്കുകയായിരുന്നു. അവരോട് പ്രവാചകൻ ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ദയാപരനായ പ്രവാചക, ഞാൻ മോചനം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ അതേ നിനക്ക് മോചനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജകുമാരിക്ക് മോചനം കൊടുത്തയക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദീനിൽ, ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ മതത്തിൽ, ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ തത്വശാസ്ത്രത്തിൽ സ്ത്രീത്വത്തിന്റെ മാനം ചിന്തുന്നവനെ മതത്തിന്റെ പേരിൽ പരിഗണിക്കാൻ സാധിക്കുമോ? ആലോചിക്കണം നമ്മൾ. ശ്രീരാമചന്ദ്രൻ ദൈവമാണ് ഹിന്ദുമത വിശ്വാസികളുടെ വീക്ഷണം അനുസരിച്ച് ദൈവത്തിന്റെ അവതാരമാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പാടിക്കൊണ്ട് അർജുനന് ഗീതോപദേശം ചൊല്ലിക്കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ കാലഘട്ടങ്ങളിൽ അധർമ്മം ജയിക്കുകയും ധർമ്മം തകർന്നു പോവുകയും ചെയ്യുമ്പോ അധർമ്മത്തെ നിഗ്രഹിക്കാനും ധർമ്മത്തെ സംസ്ഥാപിക്കാനും ഞാൻ കാലങ്ങളിലൂടെ അവതരിക്കുമെന്ന് പറഞ്ഞു കടന്നുപോയ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഈ മണ്ണിൽ അവതരിച്ച ഒരു അവതാരമാണ് ശ്രീരാമനെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ആ ശ്രീരാമചന്ദ്രൻ ദൈവമാണ്. ആ ശ്രീരാമചന്ദ്രന്റെ പത്നി സീതയിൽ തന്റെ ജനത അവരുടെ ചാരിത്രത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോ ആ ചാരിത്രവതിയല്ലാത്ത പെണ്ണ് അവൾ ചാരിത്രവതിയാണെന്ന് തനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ തന്നിൽ വിശ്വസിക്കുന്ന ജനത, തന്റെ രാജാധിപത്യത്തിന് കീഴിലുള്ള ജനത, ആ ജനത അവരുടെ ചാരിത്രത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോ രാജാവ് സത്യസന്ധനാകണം, രാജാവ് ജനങ്ങളുടെ വിശ്വാസത്തോട് നീതി പുലർത്തുന്നവനാകണം എന്ന കാരണം കൊണ്ട് തന്റെ പത്നിയെ കൈയൊഴിക്കാൻ സന്നദ്ധനായ ശ്രീരാമചന്ദ്രൻ, ആ ശ്രീരാമചന്ദ്രന്റെ മതം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മാനം കവർന്നെടുക്കുന്ന, അവളെ ബലാത്കാരം ചെയ്യുന്ന തത്വശാസ്ത്രത്തെ മതമെന്ന് വിളിക്കുമോ? അതുകൊണ്ടാണ് ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി IS ഇസ്ലാമല്ല എന്ന് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, അല്ല, നിങ്ങൾ ഹിന്ദുവിന്റെ അഭിമാനം സംരക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ഹിന്ദുവിന്റെ അഭിമാനം പിച്ച് ചീന്തുകയാണ് എന്ന് ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതി അന്ന് വിളിച്ചു പറഞ്ഞത്. മതമല്ലാത്തതിനെ മതത്തിന്റെ പേരിൽ കൊണ്ടാടുകയാണ് ഇവരെല്ലാം. ശ്രീനാരായണ ഗുരു നമുക്കെല്ലാവർക്കും അറിയാലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യര് എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ തത്വശാസ്ത്രം. ഇന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായി ആ ശ്രീനാരായണ ധർമ്മ പരിപാലക സംഘം എന്ന സംഘത്തിന്റെ ഏകാധിപതിയായ ചക്രവർത്തി ശ്രീ വള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഒരു പത്രത്തിലെ കാർട്ടൂൺ പറഞ്ഞതുപോലെ ഒരേ ഒരു മോഡി, ഒരേ ഒരു മകൻ, ഒരേ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, അതുമാത്രമാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഈ മണ്ണിൽ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ സംസ്ഥാനത്തെ വാദിപ്പാനും ജയിപ്പാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഹരിപുരത്ത് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോ ആ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചതാണ്, വാദിപ്പാനും ജയിപ്പാനുമല്ല, അറിയാനും അറിയിപ്പാനുമാണ്.
പല മതസാരവും ഉലകിലേകം എന്ന് ശ്രീനാരായണ ഗുരു പാടിയതാണ്. അവൻ ആത്മസുഖത്തിനായി ആചരിപ്പവ അവരന്റെ സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരു പാടിയതാണ്. ആ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ശ്രീനാരായണന്റെ ധർമ്മങ്ങളെ പാടെ വലിച്ചെറിയുന്നു. CPM-ന്റെ സുഹൃത്തുക്കളും SNDP-യും തമ്മിൽ വലിയ സംവാദത്തിലാണ്. ശരിക്കൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് മറ്റൊന്നുമല്ല, കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ CPM-ന്റെ സഖാക്കൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ഓണാഘോഷം നടത്തി അങ്ങനെ ഒരു RSS-നോട് യുദ്ധം ചെയ്യേണ്ടത് ആ വഴിക്കല്ല കമ്മ്യൂണിസ്റ്റുകാർ. RSS-നോട് യുദ്ധം ചെയ്യേണ്ടത് RSS ചെയ്യുന്നതിനൊക്കെ അനുകരിച്ചുകൊണ്ടല്ല, RSS പറയുന്നത് പോലെ അതിനേക്കാൾ ഇത്തിരി ലഘൂകരിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിച്ചും വിമർശിച്ചുമല്ല, മറിച്ച് RSS-ന്റെ തത്വശാസ്ത്രത്തെ അതിശക്തമായി എതിർത്തുകൊണ്ട് ആ തത്വശാസ്ത്രത്തെ എതിർക്കുന്ന ജനസമൂഹത്തിന്റെ കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്കൊരു ഭൂതകാല പാരമ്പര്യമുണ്ട്. കിഷൻ സിംഗ് സുർജിത്തിന്റെ പുസ്തകം വായിക്കൂ സഖാക്കളെ. എന്തിനാണ് വിമോചന സമരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിട്ടുനിന്നത്? കിഷൻ സിംഗ് വിശദീകരിക്കുന്നുണ്ട്. വിമോചന സമരം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിട്ടുനിന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടാണ്. പക്ഷേ ബ്രിട്ടനന്ന് നിലകൊള്ളുന്നത് ഹിറ്റ്ലറുടെ ഫാസിസത്തിനെതിരായിട്ടാണ്. ഫാസിസത്തിനെതിരെ സാമ്രാജ്യത്വം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയിൽ സാമ്രാജ്യത്വത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഫാസിസത്തെ ചെറുത്തു നിൽക്കുന്ന ഇന്ത്യയിലെ സാമ്രാജ്യത്വവാദികൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ബ്രിട്ടനെതിരായി നിലകൊണ്ടാൽ ആ ബ്രിട്ടനെതിരായ നിലനിൽപ്പ് അടിസ്ഥാനപരമായി ഫാസിസത്തെ സഹായിക്കുമെന്ന് ഭയന്നിട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ ശത്രു ഫാസിസമാണെന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങൾ അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് സഖാവ് കിഷൻ സിംഗ് സുർജിത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ അപകടം ഫാസിസമാണ്. സാമ്രാജ്യത്വം പോലും അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ആയുധം ഫാസിസമാണ്. ആ ഫാസിസത്തിനെതിരായിട്ട് ചെറുത്തുനിൽപ്പിൽ ഈ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധമായ സകലരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ഫാസിസമല്ലാത്ത മറ്റു തിന്മകൾ, ആ തിന്മകൾ എത്ര വലുതായാലും ആ തിന്മകളെ നമുക്ക് കൂട്ടായി ചെറുത്തു നിൽപ്പിക്കാമെന്ന ബോധത്തിലേക്കാണ് നമ്മൾ ഒന്നിച്ചു വരേണ്ടത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ വ്യഭിചരിക്കുന്ന SNDP-യെ വരച്ചു കാണിക്കാൻ ആ ഘോഷയാത്രയിൽ ഒരു വാർഡിലെ ഒരു ബ്രാഞ്ചിലെ CPM-ന്റെ സഹപ്രവർത്തകന്മാർ ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ച ഒരു ടാബ്ലോ പ്രദർശിപ്പിച്ചു. ഞാൻ പറയുന്നത് ആ ടാബ്ലോയെ ന്യായീകരിക്കണമായിരുന്നു CPM-ന്റെ നേതൃത്വം. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള CPM-ന്റെ നേതൃത്വം ആ ടാബ്ലോയെ ന്യായീകരിക്കണമായിരുന്നു. ഇവിടെ ഇന്ന് SNDP-യുടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി അവർ കൊടുക്കുന്ന ആണികൾ എടുത്തുകൊണ്ട് ശ്രീനാരായണൻ എന്ന് പറയുന്ന മതനിരപക്ഷവാദിയെ കുരിശിൽ തറക്കുകയാണ്. അതാണ് ഞങ്ങളുടെ സഖാക്കൾ പ്രകടിപ്പിച്ചത്. ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾക്ക് അവരെ തള്ളി പറയേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കേണ്ട സ്ഥാനത്ത് അവിടെ ആരുടെയെങ്കിലും 10 വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ട് ആ ബ്രാഞ്ച് കമ്മിറ്റിയെ തള്ളിപ്പറയുന്ന ലാഘവത്വത്തിലേക്ക് CPM-ന്റെ നേതൃത്വം കടന്നു പോകുന്നുവെന്നറിയുമ്പോ സക്കറിയ പറയുന്നത് പോലെ ഫാസിസ്റ്റുകളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ, ഫാസിസ്റ്റുകളോട് പറയേണ്ട വാക്കുകൾ പറയാൻ ഇവിടുത്തെ എല്ലാ പൊതുരംഗങ്ങളും അറച്ചു നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. സക്കറിയ ചോദിക്കുന്നുണ്ട് ആ ലേഖനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലേഖനത്തിൽ. എന്തുകൊണ്ട് നിങ്ങൾക്ക് സുഗതകുമാരിയോട് പോയി മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്? എന്തേ നിങ്ങൾക്ക് സുഗതകുമാരിയോട് പോയിട്ട് എങ്ങനെയാണ് സുഗതകുമാരി നിങ്ങൾക്ക് RSS-ന്റെ വേദിയിൽ കയറാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് RSS ഒരു ജനസേവന പ്രസ്ഥാനമാണ് എന്ന് പ്രസംഗിക്കാൻ സാധിക്കുന്നത് എന്ന് എന്തുകൊണ്ട് ചോദിക്കാൻ മാധ്യമങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് ഉയരുന്നില്ല എന്ന് സക്കറിയ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു ചെടി പിഴുതെടുക്കപ്പെട്ടു പോയാൽ, ഒരു കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയാൽ, തകർന്നു പോകുന്ന പ്രകൃതിയെക്കുറിച്ച്, അത് ഈ പ്രകൃതിക്കുണ്ടാക്കുന്ന വിനാശത്തെക്കുറിച്ച് പാടിയിട്ടുള്ള മനുഷ്യ സ്നേഹത്തിന്റെ കവയിത്രിയായിട്ടാണ് സുഗതകുമാരി കേരളത്തിന്റെ ചരിത്രത്തിൽ വാഴ്ത്തപ്പെടുന്നത്. അങ്ങനെ ഒരു സുഗതകുമാരിക്ക് ബീഫിറച്ചിയാണെന്ന് സംശയിച്ച ഒരു സാധനം, ബീഫിറച്ചി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യൻ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത് എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് അവകാശമില്ല.
ഭരണകൂടത്തിന് അവകാശമില്ലാത്ത ഒരു സംഗതി ചില സംസ്ഥാനങ്ങൾ സംഘപരിവാരത്തിന്റെ സംസ്ഥാനങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ രുചിക്കുന്ന ഭക്ഷണത്തെ അത് ബീഫാണെന്ന് പ്രചരിപ്പിച്ചിട്ട് ആ മനുഷ്യനെ പച്ചയായി പച്ചയായി തല്ലിക്കൊന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്താ വാർത്ത കൊടുത്തത്? നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ബീഫ് ഇറച്ചി തിന്നവനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. അങ്ങനെ ഒരു കൂട്ടമില്ല, അങ്ങനെ ഒരു കൂട്ടമില്ല. ഈ കൂട്ടം ലീഗ് കൂട്ടമാണ്. ഈ കൂട്ടം ലീഗ് കൂട്ടമാണ്. ഇവരെന്തെങ്കിലും പറ്റാവുന്നത് ചെയ്താലും അരുതാത്തത് ചെയ്താലും അത് ചെയ്തത് ലീഗ് കൂട്ടമാണ്. അവരെ തല്ലിക്കൊന്നവർ ജനക്കൂട്ടമല്ല, അവർ മനുഷ്യ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമല്ല, മറിച്ച് അവർക്കൊരു ആദർശമുണ്ട്. ആ ആദർശം എന്താണ്? ആ ആദർശം ഗുരുജി ഗോൾവാൾക്കർ പഠിപ്പിച്ച വിചാരധാരയുടെ ആദർശമാണ്, RSSന്റെ ആദർശമാണ്, സംഘപരിവാരത്തിന്റെ ആദർശമാണ്. ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ബീഫ് തിന്നുവെന്ന് അവർ ധരിക്കുന്ന മനുഷ്യനെ. അവരുടെ മകൾ ചോദിച്ചിട്ടുണ്ടല്ലോ, റസിയ, എന്റെ പിതാവ് തിന്നത് ബീഫല്ലെന്ന് ബോധ്യപ്പെടുത്തിയാൽ, എന്റെ പിതാവ് തിന്നത് ആട്ടിറച്ചിയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ സാധിക്കുമോ ഇവർക്ക് എന്റെ പിതാവിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ? ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മകൻ വിവരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യമുണ്ടല്ലോ, അത് ഈ രാജ്യത്തിന്റെ മനസാക്ഷിയോടാണ്, ഈ രാജ്യത്തിന്റെ മനസാക്ഷിയോടാണ്. നരേന്ദ്രമോദിക്ക് അത് കേൾക്കാൻ കാണില്ലായിരിക്കാം, നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന സംഘപരിവാര ശക്തികൾക്ക് അത് കേൾക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അത് കേൾക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസുകാർക്ക് കഴിയണം, ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം, ഈ രാജ്യത്തെ ലീഗുകാർക്ക് കഴിയണം. സംഘപരിവാരത്തിന്റെ ഫാസിസത്തിന്റെ രാഷ്ട്രീയ ആദർശത്തിനെതിരായി ചിന്തിക്കുന്ന സകല ആളുകൾക്കും കഴിയണം. അവർക്കൊക്കെ ഈ രാജ്യത്ത് ഒന്നിച്ചു നിൽക്കാനും കഴിയണം, ഒന്നിച്ചു നിൽക്കാനും കഴിയണം. ഈ ആസുരതയുണ്ടല്ലോ, ഭയാനകമാണ്, ഭീതിജനകമാണിത്. ഏത് നിമിഷത്തിലാണ്, ആരുടെ ശരീരത്തിലേക്കാണ്, ആരുടെ കഴുത്തിന് നേരെയാണ് ഈ സംഘപരിവാരത്തിന്റെ ആയുധം കടന്നു വരിക എന്ന് പറയാനാവില്ല. ഇന്നത് ബീഫുന്നതിന്റെ പേരിലായിരിക്കാം, നാളെ ഒരു പക്ഷേ നിങ്ങൾ അണിഞ്ഞ ഒരു വസ്ത്രത്തിന്റെ വ്യത്യാസത്തിന്റെ പേരിലാകും, മറ്റന്നാൾ ഒരു പക്ഷേ നിങ്ങൾ പിടിക്കുന്ന ഒരു കൊടിയുടെ പേരിലാകും, നാലാം ദിവസം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ വിളിച്ചിട്ടുള്ള ഒരു പേരിന്റെ പേരിലാകും, മറ്റന്നാൾ ഒരു പക്ഷേ അവർ വിളിക്കുന്നത് വിളിച്ചു പറയാൻ നിങ്ങൾ വിസമ്മതിക്കുന്നതിന്റെ പേരിലായിരിക്കും. ഈ രാജ്യം മഹോഗീകരിക്കാൻ പോകുന്നു ഏറ്റവും വലിയ അപകടത്തിന്റെ, ഏറ്റവും വലിയ ഭയാശങ്കയുടെ, ഏറ്റവും വലിയ ധർമ്മസന്ധിയുടെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു വെക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ഈ സുഗതകുമാരിയോട് ചോദിക്കാൻ വാക്കുപൊങ്ങാത്ത മാധ്യമങ്ങളുടെ കഥ. MP സാനുമാഷ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ആളാണ്. ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് ഉറപ്പില്ല. ജയിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത, ഒരിക്കലെങ്കിലും ജയിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ആ സാനുമാഷ് RSSന്റെ വേദികളിലെ സ്ഥിരം സന്ദർശകനാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന് പാടി അക്കിത്തമച്ചുതൻ നമ്പൂതിരി, ആ അക്കിത്തമച്ചുതൻ നമ്പൂതിരി ഇന്ന് RSSന്റെ വേദികളിൽ അവരെ പുകഴ്ത്തി പ്രസംഗിക്കുന്ന ആളായി മാറിയിരിക്കുന്നു. വെളിച്ചത്തിന്റെ ദുഃഖത്തെക്കുറിച്ച്, വീട്ടിന്റെ സുഖത്തെക്കുറിച്ച് പാടിയ അക്കിത്തമച്ചുതൻ നമ്പൂതിരി അതൊന്ന് ഹാസ്യാത്മകമായി വിമർശനാത്മകമായിട്ടാണ് പാടിയതെങ്കിൽ ഇന്ന് എങ്ങനെ അച്യുതൻ നമ്പൂതിരിക്ക് RSSന്റെ ഇരുട്ട് സുഖപ്രദമായി എന്ന് ചോദിക്കാൻ എന്റെ മാധ്യമങ്ങളെ നിങ്ങൾക്ക് നാക്കുയരുന്നില്ല എന്ന് സക്കറിയ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് എത്രമേൽ പ്രസക്തിയുണ്ട് ഈ വർത്തമാന കാലത്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത്തരമൊരാകുലാവസ്ഥയിൽ, ഇത്തരമൊരാകുലാവസ്ഥയിൽ മതത്തെ, രാഷ്ട്രീയത്തെ എല്ലാം മനുഷ്യന്റെ വിരുദ്ധമായി ഉപയോഗിക്കുന്ന ഈ ആകുലാവസ്ഥയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവാസ വിഭാഗം, ഇവിടെ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരാലംബരായിട്ടുള്ള സകല മനുഷ്യർക്കും ആശ്വാസത്തിന്റെ തെളിയെത്തിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം കൊടിപിടുത്തവും സമരം ചെയ്യലും മാത്രമല്ല, വിശക്കുന്നവന്റെ വായിലൊരു ഉരുള ചോറ് വെച്ചു കൊടുക്കലാണ്, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റലാണ്, ഉടുപ്പില്ലാത്തവർ ഉടുപ്പെത്തിച്ചു കൊടുക്കലാണ്, വീടില്ലാത്തവരെ വീട് നിർമ്മിച്ചു കൊടുക്കലാണ്, തൊഴിലില്ലാത്തവര് തൊഴിലുണ്ടാക്കി കൊടുക്കലാണ്, വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്തവര് ആ സൗകര്യം എത്തിച്ചു കൊടുക്കലാണ് എന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെ ഈ കേരളത്തിന്റെ മണ്ണിൽ സമർപ്പിക്കാൻ മുന്നോട്ട് വരികയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്.
സാമ്പ്രദായിക രാഷ്ട്രീയം മനുഷ്യന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പദ്ധതിയോട്, അവന്റെ ദാരിദ്ര്യത്തോട്, അവന്റെ ഭവനമില്ലായ്മയോട്, അവന്റെ നിരക്ഷരതയോട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു പ്രതികരണം? ആ പ്രതികരണം മുഴുക്കെ വരൂ നമുക്ക് കൊടി പിടിക്കാം, എന്നിട്ട് സമരം ചെയ്യാം, എന്നിട്ട് ഈ വ്യവസ്ഥയെ തിരുത്താം എന്നതായിരുന്നു. ഞാൻ പറയുന്നത് കൊടിപിടിക്കലും പോരാട്ടം നടത്തലും വ്യവസ്ഥയെ തിരുത്തലും രാഷ്ട്രീയത്തിന്റെ ഒരു മാർഗമാണ്. ഞാനതൊന്നും നിരാകരിക്കുന്നില്ല. പക്ഷെ അത് മാത്രമാണ് മാർഗം എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അവിടെയാണ് ലീഗ് ഒരു തിരുത്ത്. എന്താണത്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാവാതെ തെരുവിൽ വീണ് കിടക്കുന്ന മനുഷ്യനോട് നിന്റെ പട്ടിണി മാറ്റാൻ നിന്റെ കയ്യിൽ ഞാനൊരു കൊടി തരാം, നീ ആ കൊടിയെടുത്ത് സമരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണമെങ്കിൽ അവന് ഒരുള്ള ചോറ് കൊടുത്ത് അവന്റെ വിശപ്പ് മാറ്റി അവൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഊർജം കൊടുത്ത് അവനെ എഴുന്നേറ്റ് നിർത്തിച്ച് അവന്റെ കയ്യിൽ കൊടി കൊടുക്കണം. അപ്പോൾ അവന് കൊടിയേറ്റെടുക്കാൻ സാധിക്കും. ഈ രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് തനിക്കപ്പുറത്തൊരു അവരനെ കുറിച്ച് ചിന്തിക്കാൻ, തന്റെ കൂടെ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ, ആ സമൂഹത്തിന് വേണ്ടി എന്റെ പോരാട്ട വീര്യം സമർപ്പിക്കണമെന്നൊരു ബോധ്യം വരണമെങ്കിൽ അവന് സ്വന്തം പട്ടിണി മാറ്റാൻ ഉതകുന്ന, തനിക്ക് വീണ് കിടക്കാൻ ഒരു വീടൊരുക്കാൻ സാധിക്കുന്ന ഒരു പദത്തിലേക്ക് അവനെ എത്തിക്കണം. എന്നിട്ട് അവന് സാമൂഹിക ബോധം പകർന്നു നൽകണം. ആ സാമൂഹിക ബോധത്തിലൂടെ അവനെ സമരച്ചട്ട അണിയിക്കണം. ആ സമരച്ചട്ടയുടെ കരുത്തിൽ അവൻ ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി പോരടിക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവിഷ്കരിച്ചത് അത്തരമൊരു മാർഗമാണ്. 6000 വീടുകളാണ് ബൈത്തുർ റഹ്മ പദ്ധതിയിൽ ഇതിനകം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. 6000 വീടുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. ഇപ്പൊ കെട്ടുന്ന വീടുകൾക്കൊക്കെ 8.25 ലക്ഷം 50 ലക്ഷമാണ് ചെലവ്. എന്നാൽ നേരത്തെ ആ വീടുകൾ നിർമ്മിച്ചു തുടങ്ങുമ്പോ 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം കൂട്ടിയാൽ മതി. 6 ലക്ഷം കൂട്ടിയാൽ മതി. ഏതാണ്ട് 3600 കോടി രൂപയാണ്. കേവലം 6000 വീടുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ഹിന്ദുവെന്ന, മുസൽമാൻ എന്ന, ക്രൈസ്തവർ എന്ന, കോൺഗ്രസ് എന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന, BJP എന്ന വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ചെലവഴിച്ചത്. അവിടെയാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി 50 ഫ്ളാറ്റുകൾ അടങ്ങുന്ന സമുച്ചയം ജില്ലാ കമ്മിറ്റി നേരിട്ട് നിർമ്മിക്കുന്നു. 3-ാം തീയതി 2:30 രാവിലെ 10 മണിക്ക് മുസ്ലിം ലീഗിന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കൺവെൻഷൻ കാസർഗോഡ് ഷാജി അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന ആ കൺവെൻഷൻ കഴിഞ്ഞ് 2:30 ചെങ്കള പഞ്ചായത്തിലെ തൈവളപ്പ് എന്ന സ്ഥലത്ത് ഒരാൾ ദാനം ചെയ്ത 50 സെന്റ് സ്ഥലത്ത് 50 ഫ്ളാറ്റുകളുടെ സമുച്ചയത്തിന് തറക്കല്ലിടൽ നടക്കാൻ പോകും. അന്ന് 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ മറ്റന്നാൾ ശനിയാഴ്ച പൊതുസമ്മേളനവും നടക്കും. എന്റെ പഞ്ചായത്ത് അജാനൂരാണ്. അജാനൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പത്രത്തിൽ. 12 വീടുകളടങ്ങുന്ന ബൈത്തുർ റഹ്മ വില്ലേജ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 8.25 ലക്ഷം രൂപ ഒരു വീട്ടിന് ചെലവ്. അത് ഒരു വീട് ആ മദീനയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഹൈന്ദവ സഹോദരന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊരു ചടങ്ങിൽ 5000 രൂപ ഒരു കവറിലിട്ടിട്ട് ഒരു ഫോട്ടോഗ്രാഫറെയും വിളിപ്പിച്ചിട്ട് നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, കോൺഗ്രസുകാരനെ വിളിച്ചിട്ട് ഇതാ അവർ രോഗ ചികിത്സയ്ക്ക് ഞങ്ങൾ സഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ വരുത്തിക്കുന്നത് പോലെ ലാഘവമുള്ള സംഗതിയല്ല. 8.25 കോടി രൂപയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവാക്കളായിട്ടുള്ള പ്രവർത്തകന്മാർ 8.25 ലക്ഷം രൂപയുടെ ഒരു വീടാണ് തങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കാത്ത മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരന് ദാനം ചെയ്യുന്നത്. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും പക്ഷിത്വത്തിനും അതീതമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന നന്മയാണ്. അതേ പഞ്ചായത്തിൽ, അജാനൂർ പഞ്ചായത്തിൽ ഒത്തിക്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുങ്കല വാർഡ് എന്ന് പറയുന്ന വാർഡിൽ ഞാനിതൊക്കെ പറയുന്നത് വേണമെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റു പാർട്ടിക്കാർക്ക് പോയി അന്വേഷിക്കാൻ സൗകര്യപ്പെടാനാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്രാമവും പേരൊന്നും പറയേണ്ട കാര്യമില്ല. 8 വീട് പണിയുന്നു മുസ്ലിം ലീഗ്. 8 വീട് ശുഭാപ്തങ്ങളുടെ പേരിൽ. അതിലൊരു വീട് അവിടുത്തെ ഹൈന്ദവ സഹോദരിക്കാണ്. മലപ്പുറം ജില്ലയിൽ എത്രയോ ഹൈന്ദവ സഹോദരികൾക്ക്, ക്രിസ്തീയ സഹോദരന്മാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക്, BJPക്കാർക്ക്, കോൺഗ്രസുകാർക്കൊക്കെ വീട് കൊടുത്തു. സുഡാപ്പിക്കാർ ഞങ്ങളോട് ചോദിച്ചു ഫേസ്ബുക്കിൽ, എന്താ ഹിന്ദുവിന് വീട് കൊടുക്കാൻ മുസ്ലിങ്ങളൊക്കെ തീർന്നുപോയോ?
എന്താ കമ്മ്യൂണിസ്റ്റുകാരന് വീട് കൊടുക്കാൻ ഇവിടെ ലീഗുകാരൊക്കെ തീർന്നു പോയോ? നിങ്ങൾ പഠിച്ചത് പ്രവാചകന്റെ മതമാണ്. ആ പ്രവാചകന്റെ മതമുണ്ടല്ലോ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് മതം ഒരു അടിസ്ഥാനമല്ലെന്ന് പഠിപ്പിക്കുകയും മുസൽമാന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആ ജന്മശത്രു യഹൂദിയായിരുന്നിട്ടും ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ സ്വന്തം പടയെങ്കിൽ ഒരു യഹൂദിന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്ത പ്രവാചകനിൽ നിന്നാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയം പഠിച്ചത്, മതം പഠിച്ചത്. ആ ശിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ മാതൃക. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട് കൊടുക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് ഞങ്ങൾ നോക്കാത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെ മലപ്പുറത്ത് വീട് കൊടുക്കുമ്പോ ഒരു സഹോദരി വിഷമത്തോടെ വന്നിട്ട് തങ്ങളോട് ചോദിച്ചു അത്രേ, തങ്ങളെ ഞങ്ങൾക്കൊന്ന് നിലവിളക്ക് കത്തിക്കാമോ? ഒരു ഹൈന്ദവ സഹോദരിക്ക് വീട് കിട്ടി, താക്കോല് തങ്ങൾ കൊടുത്തു, ചടങ്ങ് നടന്നു, എനിക്ക് നിലവിളക്ക് കത്തിക്കാമോ? തങ്ങൾ പറഞ്ഞു, ആകാലോ, നിങ്ങളുടെ വീടാണല്ലോ, നിങ്ങളുടെ വീടിൽ നിങ്ങൾക്ക് നിലവിളക്ക് കത്തിക്കാം, നിങ്ങളുടെ ആചാരം നടത്താം. ആ സഹോദരി പിന്നെ ചോദിച്ചു, ഗണപതി ഹോമം നടത്താമോ? തങ്ങൾ പറഞ്ഞു, ഗണപതി ഹോമവും നടത്താം, ഗണപതി ഹോമവും നടത്താം. ചില പാർട്ടിക്കാർ അവരുടെ കമ്മ്യൂണിക്കയിൽ വീട് കുടിയലിന് ഗണപതി ഹോമം നടത്താൻ പാടില്ല, മങ്കൂസ് മോച നടത്താൻ പാടില്ല, വെഞ്ചരിപ്പ് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലീഗ്, മുസ്ലിങ്ങൾ ആരെങ്കിലും മങ്കൂസ് നടത്തുന്നതിനെ ലീഗ് തടുക്കില്ല, ക്രിസ്ത്യാനി വെഞ്ചരിപ്പ് നടത്തുന്നതിനെ ലീഗ് തടുക്കില്ല, ഹിന്ദു ഗണപതി ഹോമം നടത്തുന്നതിനെ ലീഗ് തടുക്കില്ല. തങ്ങൾ പറഞ്ഞു, ആകാലോ, ഗണപതി ഹോമം നടത്താലോ. ആ സഹോദരിക്ക് അങ്ങനെ സംശയം വരാൻ കാരണം ഒരുപക്ഷെ ലീഗുകാരും നിലവിളക്ക് കത്തിക്കാറില്ല, അത് വെളിച്ചത്തിന്റെ ശത്രുവായതുകൊണ്ടാണ് എന്നൊക്കെയാണല്ലോ പ്രചരണം നടക്കുന്നത്. മുമ്പെപ്പോഴോ ഒരിക്കൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കെ ഏതോ ഒരു സിനിമയുടെ പരസ്യം കണ്ടു ടിവിയിൽ. നമ്മുടെ മാമുക്കോയ, അയാൾ മന്ത്രിയാണ്, മൂപ്പരിങ്ങനെ നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന ഒരു ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ മൂപ്പര് പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഒരു മനുഷ്യനെ കത്തിക്കാൻ പറഞ്ഞോളൂ, ഞാൻ കത്തിച്ചേരാം, എന്നാലും ഇപ്പുറത്ത് നമുക്ക് കത്തിക്കാൻ പറ്റൂല. നമ്മുടെ ഒരു സിനിമാ രംഗം, സാംസ്കാരിക രംഗം, സാമൂഹിക രംഗമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പൊതുചിത്രമാണിത്. പിന്നെ എന്താണ് വസ്തുത? യഥാർത്ഥ വസ്തുത എന്താണ്? മുസൽമാൻ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, വിദ്യയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, സമ്പത്തിനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ മാത്രമേ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റൂ, മറ്റൊന്നും ആരാധിക്കാൻ പറ്റില്ല. അല്ലാഹുവല്ലാതെ മറ്റു മതസ്ഥർ ആരാധിക്കുന്ന പലതുമുണ്ട്. അതിനോട് എന്താണ് മുസൽമാന്റെ സമീപനം? അല്ലാഹുവല്ലാതെ മറ്റു മതസ്ഥർ വിളിച്ചർത്തിക്കുന്ന ആരാധനാപാത്രങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, നിങ്ങൾ തെറി പറയരുത്, നിങ്ങൾ അപഹസിക്കരുത്. ഖുർആനിന്റെ കൽപ്പനയാണ്. നാരായണ ഗുരുവിനെ ആക്ഷേപിക്കാൻ പറ്റില്ല, ഗണപതിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, സരസ്വതിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, രാമനെ ആക്ഷേപിക്കാൻ പറ്റില്ല, ശ്രീകൃഷ്ണനെ ആക്ഷേപിക്കാൻ പറ്റില്ല, വിഷ്ണുവിനെ ആക്ഷേപിക്കാൻ പറ്റില്ല, ശിവനെ ആക്ഷേപിക്കാൻ പറ്റില്ല, കരിഞ്ചാമുണ്ടിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, മൂർത്തിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, രക്തചാമുണ്ടേശ്വരിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, കന്യാമറിയത്തെ, യേശുവിനെ, യഹോവയെ ആക്ഷേപിക്കാൻ പറ്റില്ല, ശ്രീബുദ്ധനെ, ജിനനെ ആക്ഷേപിക്കാൻ പറ്റില്ല. ആരാധിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നിലവിളക്കിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം? നിലവിളക്കിന്റെ കാര്യത്തിലുള്ള പ്രശ്നം, നിലവിളക്ക് വെളിച്ചത്തിന് വേണ്ടിയല്ല. വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിക്കുമല്ലോ. ആ നിലവിളക്കിന്റെ വെളിച്ചം കൊണ്ടാണോ നമ്മൾ ഇതൊക്കെ കാണുന്നത്? അല്ല, സൂര്യന്റെ വെളിച്ചം കൊണ്ടാണോ? സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ്. ഇപ്പൊ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വേറെ ഒരു തിരി കത്തിച്ച് വെളിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. അത് പ്രതീകാത്മകമായി വെളിച്ചത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പ്രതീകം ഇസ്ലാമിലില്ല, പ്രതീകാത്മകമായ ഒരു അനുഷ്ഠാനവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണ്. വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ കത്തി നിൽക്കുന്ന ഒരു പ്രതലത്തിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടിയിട്ടല്ല എന്ന് മാത്രമല്ല, നിലവിളക്കിന്റെ തത്വം പഠിച്ചവർക്കറിയാം, നിലവിളക്കിന്റെ തട്ടുകളുടെ എണ്ണം അനുസരിച്ച് അതിന് വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. നിലവിളക്കിന്റെ തിരിയുടെ എണ്ണങ്ങൾക്കനുസരിച്ച് അതിന് ചില സങ്കല്പങ്ങളുണ്ട്. നിലവിളക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കത്തിക്കുന്നതിന് ചില പുണ്യമുണ്ട്, കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കുന്നതിന് വേറെ പുണ്യമുണ്ട്, വടക്കോട്ട് തിരിഞ്ഞ് കത്തിക്കുന്നതിന് മറ്റു ചില പുണ്യമുണ്ട്. എന്നാൽ തെക്കോട്ട് തിരിഞ്ഞ് കത്തിക്കാൻ ഒട്ടും പാടുമില്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, കേവലം വെളിച്ചത്തിനാണെങ്കിൽ ഇങ്ങനെ തെക്കോട്ട് തിരിയരുത്, വടക്കോട്ട് തിരിയണം, പടിഞ്ഞാറോട്ട് തിരിയണം, കിഴക്കോട്ട് തിരിയണം. കിഴക്കോട്ട് തിരിഞ്ഞാൽ വിദ്യ കിട്ടും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ സമ്പത്ത് കിട്ടും എന്ന വിശ്വാസം എവിടുന്ന് വന്നു? അതുകൊണ്ട് ഇതൊരു അനുഷ്ഠാനത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങൾക്ക് അനുഷ്ഠാനം പറ്റില്ല.
എന്നാൽ നിങ്ങൾ കത്തിച്ചാലോ ഞങ്ങൾ തടയോ? വെലിക്കോട് പഞ്ചായത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ, ഇപ്പോ വെലിക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രമണി കെട്ടി ഇന്നാള് ഏതൊരു പരിപാടി ഞങ്ങൾ ചിന്തായി. രമണി കെട്ടി നിലവിളക്ക് കത്തിക്കുമ്പോ പൂക്കോയതങ്ങൾ ആ ചടങ്ങിൽ ആശംസ നേരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കോയതങ്ങൾ പോയി കൈപിടിക്കുവോ? ഇല്ല. അവിടെ ആദരവോടുകൂടി നിൽക്കും. ഞാനൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി. ഇവിടെ കോളം ബോളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബോളൂർ ശിവ വിഷ്ണു ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാപനം ണ്ട്, ക്രിസ്ത്യൻ പാതിരിയുണ്ട്, BJPയുടെ ദേശീയ കമ്മിറ്റി അംഗം മടിക്കൽ കമ്മാരനുണ്ട്, CPMന്റെ ഏരിയ സെക്രട്ടറി സഖാവ് കോരനുണ്ട്, കോൺഗ്രസിന്റെ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുധാകരനുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഞാനുണ്ട്. അവിടെ രാത്രിയാണ്, വൈദ്യുതിയുണ്ട്, നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം. അപ്പൊ ഞാൻ കുറച്ച് മാറി നിന്നു. കാരണം തിരിയുള്ളതിന് അതിനേക്കാൾ അധികം ആളുകൾ വേദിയിലുണ്ട്. അവരൊക്കെ ഓരോന്ന് കത്തിച്ചു കഴിയുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നീട്ടിയിട്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചും കേട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരം മാറിയെന്നല്ല, അവസാനം നിൽക്കുന്ന മനുഷ്യരുടെ ഇപ്പുറം നിന്നു. അപ്പൊ കമ്മാരട്ട തമാശയായിട്ട് പറഞ്ഞു, ബഷീറിന് വഴക്ക് പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. ബഷീറിന് വഴക്ക് പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞില്ല. പ്രസംഗത്തിനിടയിൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇബ്രാഹിം നബിയുടെ അരികിലൊരു മനുഷ്യൻ വന്നിട്ട് ഭക്ഷണവും പാർപ്പിടവും ചോദിച്ചു. ഇബ്രാഹിം നബി അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, നബിയെ ഞാൻ മജൂസിയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകനാണ്. ഇബ്രാഹിം നബിക്ക് ദേഷ്യം വന്നു. ഞാൻ ഏകനായ ദൈവത്തിലേക്ക് വിളിക്കുന്നു, നീ അഗ്നിയെ ആരാധിക്കുന്നു, നീ വന്നിട്ട് എന്നോട് ചോറും വീടും ചോദിച്ചിരിക്കുന്നു, നിനക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു. അപ്പോഴേക്കും വന്നു ജിബ്രീൽ അലൈഹിസ്സലാം. മുസ്ലിങ്ങൾ മാലാഖ എന്ന് വിളിക്കുന്ന, ഹിന്ദു സങ്കല്പം അനുസരിച്ച് ഗന്ധർവൻ എന്ന് വിളിക്കുന്ന ആ സ്ഥിതിവിശേഷം വന്നു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അല്ല ഇബ്രാഹിം, എന്താണ് നിങ്ങൾ ആ മനുഷ്യനെ ഭക്ഷണവും പാർപ്പിടവും കൊടുക്കാതെ ആട്ടിയോടിച്ചത്? ഇബ്രാഹിം നബി പറഞ്ഞു, അയാൾ മജൂസി ആയതുകൊണ്ടാണ്, അഗ്നി ആരാധകനായതുകൊണ്ടാണ്. അപ്പോൾ ഇബ്രാഹിം നബിയോട് ജിബ്രീൽ ചോദിച്ചു, ആ മനുഷ്യൻ ഇത്രകാലം ജീവിക്കാൻ ശ്വസിച്ച വായു ആരുടേതാണ്? കുടിച്ച വെള്ളമാരുടേതാണ്? ഭുജിച്ച ഭക്ഷണമാരുടേതാണ്? ധരിച്ച വസ്ത്രമാരുടേതാണ്? അയാളുടെ ഹായിസാറ് നൽകിയതാണ്? അയാൾക്ക് ആരോഗ്യമാര് നൽകിയതാണ്? ഇബ്രാഹിം നബി പറഞ്ഞു, എല്ലാം അള്ളാഹു നൽകിയതാണ്. ഉടൻ തന്നെ ജിബ്രീൽ ചോദിച്ചു, എങ്കിൽ ഇത്രകാലം അള്ളാഹു പലരിലൂടെ ആ മനുഷ്യരിതെല്ലാം നൽകിയിട്ട് തന്നിൽ വിശ്വസിക്കാത്ത മനുഷ്യനെ അള്ളാഹു സംരക്ഷിച്ചുവെങ്കിൽ ഇന്നൊരു ദിവസം അയാൾക്ക് ഭക്ഷണവും പാർപ്പിടവും കൊടുക്കാൻ താങ്കൾ നിയോഗിക്കപ്പെട്ടപ്പോൾ ഖുർആന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. ആദം നബിയെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച്, ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത് സംബന്ധിച്ച് മാലാഖമാരോട് ദൈവം നടത്തിയ സംഭാഷണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നാം നമ്മുടെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ നിയോഗിക്കാൻ പോകുന്നത് സംബന്ധിച്ച് മാലാഖമാരോട് ആലോചിച്ച സന്ദർഭം നബിയെ താങ്കൾ ഓർക്കുക. അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. പടച്ചോൻ ഈ മനുഷ്യന് മറ്റു ജീവജാലങ്ങൾക്ക്, ഇപ്പോ കുഞ്ഞിരാമട്ടൻ അല്ലെ പറവകൾക്ക്, കുഞ്ഞിരാമട്ടൻ പറവകൾക്ക് കടല കൊടുത്തു. പറവകൾ കുഞ്ഞിരാമട്ടന്റെ കൂടെ കൂടിയെന്ന് പറഞ്ഞാൽ ആ പറവകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഈ ഭൂമിയിൽ കുഞ്ഞിരാമട്ടനെ അവന്റെ പ്രതിനിധിയാക്കി എന്നാണ് അർത്ഥം. അങ്ങനെ മറ്റു പ്രതിനിധികളൊന്നും കൊടുക്കാതപ്പോ അയാൾ കൊടുക്കുന്നത് ഒരു വിശേഷമായി, അതുകൊണ്ട് പത്രങ്ങൾ എഴുതി, അതുകൊണ്ട് ലീഗ് മാനവികതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ലീഗ് കുഞ്ഞിരാമേട്ടനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ആദരിച്ചു, അയാൾക്ക് പൊന്നാട അണിയിച്ചു, അയാൾക്കൊരു മൊമെന്റോ കൊടുത്തു, അയാൾക്ക് എന്തോ കുറച്ച് കാശും കൊടുത്തു. അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ നാളെ എന്ത് ചെയ്യും? ആ കാശ് കൊണ്ട് കുറച്ചധികം കടല പറവുകൾക്ക് കൊടുക്കും. ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഭൂമിയിൽ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ആ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഈ ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ്, ദൈവം ഇങ്ങനെ ഓരോ ആളുകളിലൂടെ ആ മനുഷ്യരിതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അയാൾ എത്തിയപ്പോ അയാൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ നിങ്ങൾ അയാളെ മടക്കിയേക്കുകയാണോ? ഇബ്രാഹിം നബിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ഇബ്രാഹിം നബി ഇറങ്ങിപ്പോയി ആ മനുഷ്യനെ തെരഞ്ഞു പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അയാളെ പാർപ്പിച്ച് അയാൾക്ക് ഭക്ഷണം കൊടുത്ത് അയാളെ വിരുന്നൂട്ടി തിരിച്ചയച്ചു. ഈ സംഭവം പറയുന്ന കൂട്ടത്തിൽ കമ്മാരട്ടനോട് ഞാൻ പറഞ്ഞു, കമ്മാരട്ട ഇങ്ങനെ ഒരു ആരാധനയുണ്ട്, അഗ്നി ആരാധന. ആ അഗ്നി ആരാധനയാണ് ഈ നിലവിളക്കിന്റെ പ്രശ്നം.
അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല. ഇപ്പൊ കറണ്ട് പോവുകയാണെങ്കിൽ കമ്മാരിട്ട ഒരു 10 നിലവിളക്ക് കൊണ്ടുവന്നോളൂ, ഞാൻ കത്തിച്ചു തരുന്നു. അവിടെ കൂടിയിട്ടുള്ള ഹൈന്ദവ സഹോദരി സഹോദരന്മാരൊക്കെ കൈയടിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചു. 1000-ഓളം ഹൈന്ദവ സഹോദരി സഹോദരന്മാർ അവിടെ ഉണ്ടായി. ഞാൻ പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തെ ആ യാഥാർത്ഥ്യ ബോധത്തോട് സമീപിക്കുന്നതിന് പകരം ഹാസ്യാത്മകമായി സമീപിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? ഞാൻ ഓർക്കുന്നു, വേലംകുളത്ത് മലക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി EMS ജീവിച്ചിരിക്കുന്ന കാലം CH മുഹമ്മദ് കോയ ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കത്തിക്കാൻ തയ്യാറായില്ല. അത് വിവാദമായപ്പോ ഇവിടെ ചില ആളുകളൊക്കെ അത് ഏറ്റെടുത്തിട്ട് CH-നെതിരെ വല്ലാത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാജ്യമാണ്. ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ പൊതുവേദിയിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ് ഉചിതം. അതാണ് യഥാർത്ഥ നിലപാട്. ഞാൻ നേരത്തെ SNDP-യുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എന്റെ CPM-ന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് EMS ഉയർത്തിപ്പിടിച്ച ആ നിലപാട് നിൽക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്ത് ചെയ്യൂ? കോഴിക്കോട്ട് അബ്ദുൾ റബ്ബ് നിലവിളക്ക് കത്തിച്ചില്ല എന്ന കാരണത്താൽ DYFI-യുടെ സുഹൃത്തുക്കൾ അബ്ദുൾ റബ്ബിനെതിരെ സമരവുമായി പോകുമ്പോ ആ സമരം നിങ്ങൾ കൊണ്ടുപോയത് ഒരു നിലവിളക്കും കയ്യിലെന്തിയിട്ടാണ്. ഇത് കത്തിച്ചിട്ടില്ലെങ്കിൽ അബ്ദുൾ റബ്ബിനെ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടാണ്. EMS-ൽ നിന്ന് അഭിനവ DYFI-യിലേക്കുള്ള ദൂരമുണ്ടല്ലോ, ആ ദൂരമാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ട വിധത്തിൽ ഉയർത്തിപ്പിടിക്കുന്നിടത്ത് നിന്ന് സംഘപരിവാരത്തെ ഭയന്നിട്ടോ ഇന്ത്യയിലെ സമൂഹത്തിന്റെ പൊതുബോധത്തെ ഭയന്നിട്ടോ നിങ്ങളുടെ ആശയത്തിൽ വെള്ളം ചേർത്തതിന്റെ ദുരന്തം, ആ ദുരന്തത്തിന്റെ തിക്തഫലമാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ BJP പറയുന്ന ആശയം അതേ അർത്ഥത്തിലോ അല്പം കട്ടി കുറച്ചിട്ടോ പറയാൻ ഇവിടെ 2 പാർട്ടി വേണ്ട, ഒരു പാർട്ടി മതി എന്ന് CPM-ന്റെ അണികൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് CPM-കാരായ ആളുകൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തടയാൻ നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ മുസ്ലിം ലീഗിനെ അധികം വിമർശിച്ചിട്ട് തടയാൻ പറ്റില്ല. മുസ്ലിങ്ങൾ അവരുടെ മതപരമായ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുമ്പോ അതിനെയൊക്കെ വിമർശിച്ചിട്ട് നിങ്ങൾക്ക് BJP-യിലേക്കുള്ള ഒഴുക്ക് തടയാൻ പറ്റില്ല. എന്താണ് മതമെന്നും എന്താണ് മതപരപക്ഷതയെന്നും എന്താണ് വർഗീയതയെന്നും കൃത്യമായി നിർവചിച്ചുകൊണ്ട് മാത്രമേ ആ നിർവചനത്തിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ അണികളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ട് മാത്രമേ സംഘപരിവാരത്തിലേക്കുള്ള ഈ പ്രയാണത്തെ തടുത്തു നിർത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ 65,000 വോട്ടുകൾക്ക് ഈ കരുണാകരൻ ജയിച്ച കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം 7,000 വോട്ടുകൾക്ക് സിദ്ദീഖിനോട് ജയിക്കുന്നിടത്തേക്ക് 5 കൊല്ലം കൊണ്ട് എത്തിച്ചേർന്നുവെങ്കിൽ ഈ ഒരു 5 കൊല്ലം കഴിയുമ്പോ പിന്നെയും 10,000-20,000 വോട്ടുകൾ നിങ്ങൾ താഴോട്ട് പോകുന്ന ഒരു ദുരന്തത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സാക്ഷിയാകേണ്ടി വരും എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നിലപാടുകളുടെ വ്യക്തതയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അടിസ്ഥാനപരമായി സംഭവിച്ച പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമാണ് ജാതീയത. ഇന്ത്യയിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി വിഭജനം നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരാണ്. ആ താഴ്ന്ന ജാതിക്കാരെ അഭിമുഖീകരിക്കാൻ, ആ താഴ്ന്ന ജാതിക്കാരന്റെ പ്രശ്നങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയാൻ, ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ ഒരു വർഗ സിദ്ധാന്തം രൂപീകരിക്കാൻ ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് മുലായം സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, ലല്ലു പ്രസാദ് യാദവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, കാഴ്ചറാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, മായാവതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, കരുണാനിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, ജയലളിത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, നിതീഷ് കുമാർ ഉണ്ടാകുമായിരുന്നില്ല, രാംവിലാസ് പാസ്വാൻ ഉണ്ടാകുമായിരുന്നില്ല. അവരൊക്കെ പൂരിപ്പിച്ച ഇടമുണ്ടല്ലോ, ആ ഇടം EMS-ന് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, AKG-ക്ക് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, VT ഇടനിലയ്ക്ക് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, ബസവ പുന്നയ്യക്ക് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, സുന്ദരയ്യക്ക് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, പാർട്ടിഷൻ സിംഗ് സൂർച്ചത്തിന് പൂരിപ്പിക്കാൻ കഴിയുമായിരുന്നു, പ്രകാശ് കാരാട്ടിന് കഴിയുമായിരുന്നു, സീതാറാം യെച്ചൂരിക്ക് കഴിയുമായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ പ്രസംഗം. ആ പ്രസംഗം തിരുത്താനാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു.
ആ പത്രസമ്മേളനത്തിൽ അയാൾ സംവരണത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെയും അതുപോലെ താഴ്ന്ന ജാതിക്കാരുടെയും സംവരണം, പട്ടികജാതി പട്ടികവർഗത്തിന്റെയും പിന്നോക്ക ജാതിക്കാരുടെയും സംവരണം നിലനിർത്തണം എന്നതിന് പുറമെ ആ സംവരണത്തിന് അത് ലഭിക്കണമെങ്കിൽ ക്രിമിലെയറിന് താഴെയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന വ്യവസ്ഥ മാറ്റണം. സ്വാഗതാർഹം. പക്ഷേ ഈ ക്രിമിലെയർ എന്ന വ്യവസ്ഥ സംവരണത്തിൽ ഏർപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നു എന്നതാണ് ഭൂതകാലം. ആ ഭൂതകാലത്തിന്റെ തെറ്റുകൾ തിരുത്താനാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ കോടിയേരി മുന്നോട്ട് വരുന്നതെങ്കിൽ ആ പ്രഖ്യാപനം പക്ഷെ നടത്തേണ്ടത് കോടിയേരിയല്ല, സിദ്ധറാമയ്യാണ്. ദേശീയ തലത്തിൽ നിങ്ങളെടുത്ത നിലപാടാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്ത് നിങ്ങളാണ് പറഞ്ഞത്, ഈ രാജ്യത്തെ പിന്നോക്ക ജാതിക്കാരന് സംവരണം കൊടുക്കുമ്പോ പിന്നോക്കമായി എന്ന കാരണത്താൽ മാത്രം കൊടുക്കരുത്, പിന്നോക്കക്കാരുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കേ കൊടുക്കാവൂ. ആ വാദമാണ് അവസാനം സുപ്രീം കോടതി ക്രിമിലെയർ എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചുകൊണ്ട് അംഗീകരിച്ചത്. ഇന്നിപ്പോ കോടിയേരി പറയുന്നത് പിന്നോക്ക സമുദായക്കാർക്ക് ക്രിമിലെയറിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംവരണം കൊടുത്തതുകൊണ്ട് സംവരണത്തിന്റെ ശതമാനം തികഞ്ഞില്ല. അത് തികയാൻ ഈ ക്രിമിലെയറിന് മുകളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തണം. മുസ്ലിം ലീഗ് സംവരണം എന്ന് പറയുന്ന ആശയം ആരംഭിച്ച കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ സംവരണ സമുദായത്തിലെ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് ഞങ്ങൾ കുറ്റപ്പെടുത്തിയ കോടിയേരിക്കുന്ന ആ നിലപാട് തിരുത്തണമെന്ന് പറയേണ്ടി വന്നുവെങ്കിൽ ഇതുപോലുള്ള തിരുത്തലുകൾ നിങ്ങൾക്ക് കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് സംഭവിച്ച നിലപാടുകളിൽ സമീപനങ്ങളിൽ അങ്ങനെ ഒരു തിരുത്തൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയുണ്ട്. ഇടതുപക്ഷം ശൂന്യരാകണം, നശിക്കണം, തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷമായി ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മാനവികതയുടെ മതത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം നോക്കൂ നിങ്ങൾ. കോഴിക്കോട്ടെ നമ്മുടെ കരിപ്പൂരിലെ എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ റൺവേ വികസനത്തിന് വേണ്ടി അടച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്താ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിക്ക് അവിടെയുള്ള മാർക്കറ്റ് വില സർക്കാരിന് കൊടുക്കാൻ കഴിയില്ല. മാർക്കറ്റ് വില സർക്കാർ കൊടുത്തില്ലെങ്കിൽ ഭൂവുടമകൾ ഭൂമി വിട്ടുകൊടുക്കില്ല. അവർ കോടതിയിൽ പോകും, കോടതി സ്റ്റേ കൊടുക്കും, പിന്നെ അനന്തമായി നീളും. കരിപ്പൂരിലെ എയർപോർട്ട് അവിടെ എത്രയും പെട്ടെന്ന് അതിന്റെ റൺവേ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു, അവിടെ സർക്കാർ കൊടുക്കുന്ന വിലയിൽ നിന്ന് ജനങ്ങൾക്ക് ന്യായമായി ഉണ്ടാകുന്ന നഷ്ടം മുസ്ലിം ലീഗ് വകവച്ചു തരും. മലപ്പുറം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്താൻ തീരുമാനിച്ചപ്പോ, അതിന് മെഡിക്കൽ കോളേജിന്റെ ഫെസിലിറ്റി ഏർപ്പാടാക്കാൻ തീരുമാനിച്ചപ്പോ, അതിന് ജില്ലാ പഞ്ചായത്തിനും സർക്കാരിനും നീക്കി വെക്കാവുന്ന ഫണ്ട് കൊണ്ട് മാത്രം അത് നടക്കില്ലെന്ന് ബോധ്യം വന്നപ്പോ അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിക്കൊണ്ടൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി മലപ്പുറത്ത്. ആ ജനകീയ കമ്മിറ്റി 20 കോടി രൂപ സമാഹരിച്ചിട്ടാണ് ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കി തീർത്തത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന് വേണ്ടി മാത്രം കാത്തു നിൽക്കാതെ പാർട്ടി അണികളുടെ അനുഭാവികളുടെ കൈകളിൽ നിന്ന് നാണയത്തൊട്ടുകൾ ശേഖരിച്ച് നാടിന് വികസനം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രക്രിയ. ഞാൻ മഞ്ചേരിയിൽ പോയി. മഞ്ചേരിയിൽ നെല്ലിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ബൈത്തുർ റഹ്മയുടെ താക്കോൽദാന പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നെല്ലിക്കുത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഉണ്ടായിരുന്നു. ഞാനവിടെ പോകുമ്പോൾ എന്നെ കൂട്ടാൻ വന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൂട്ടാൻ വന്ന പ്രവർത്തകൻ പറഞ്ഞു, എല്ലാം വീതിയുള്ള റോഡാണ്, പക്ഷെ ഒരു സ്ഥലത്തെത്തിയപ്പോ റോഡിന്റെ വീതി 2.5 മീറ്ററായി ചുരുങ്ങി. ഞാൻ പറഞ്ഞു, എന്താ ഇവിടം വരെ നല്ല റോഡാണല്ലോ, ഇസ്ത്രീയിട്ട റോഡാണല്ലോ, ഇതെന്താ ഇങ്ങനെ പറ്റിയത്? ഇതാണ് ബഷീർ ഖാൻ, നിങ്ങളൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, പയ്യനാട്ട കുരുക്ക് എന്ന് പറഞ്ഞാൽ പയ്യനാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അവിടെ ഏതാനും മീറ്ററുകൾ നീളത്തിൽ ഈ റോഡ് വീതി കൂട്ടണമെങ്കിൽ 27 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം. സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം തുക ഒരു സെന്റിന് 2 ലക്ഷം രൂപയാണ്. ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 5 ലക്ഷം രൂപയാണ്. അവസാനം അവിടുത്തെ MLA എം ഉമ്മർ, മുസ്ലിം ലീഗിന്റെ MLA, അദ്ദേഹം അവരുമായി സംസാരിച്ചിട്ടൊരു തീരുമാനമെടുത്തു. സർക്കാർ തരുന്ന 2 ലക്ഷത്തിന് പുറമേ 27 സെന്റിന് ഓരോ ലക്ഷം വെച്ച് 27 ലക്ഷം രൂപ MLA എന്ന നിലക്ക് ഞാൻ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു തരാം, നിങ്ങളത് സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ സമ്മതിച്ചു. 27 ലക്ഷം രൂപ MLA കൊടുക്കാൻ പോവുക. മുസ്ലിം ലീഗ് മറ്റൊരു രാഷ്ട്രീയ സംസ്കാരത്തെ ഈ നാടിന് പരിചയപ്പെടുത്തുക. മലപ്പുറത്തെ ആശുപത്രിയിലൂടെ, കാലിക്കറ്റ് എയർപോർട്ടിന്റെ വികസനത്തിലൂടെ, പയ്യനാട്ടെ റോഡിന് കുരുക്കായി കിടക്കുന്ന സ്ഥലം ഏറ്റെടുപ്പിലൂടെ
ഭരണകൂടത്തിന്റെ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം മാത്രം എടുത്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത വികസന പ്രക്രിയക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് തങ്ങളാലാകുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ വികസനം സാധ്യമാക്കാമെന്ന ഒരു പുതിയ രാഷ്ട്രീയ വികസനത്തിന്റെ നയവും കാഴ്ചപ്പാടും ലോകത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുക. അങ്ങനെ മാനവികതയുടെ മതത്തെ, വികസനത്തിന്റെ രാഷ്ട്രീയത്തെ നോക്കൂ. യുവാക്കൾ നാശകാരികളാണ് എന്ന പൊതുബോധത്തിലാണ് ഇപ്പോൾ ലീഗ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാർഡ് യൂത്ത് ലീഗ് 12 വീട് കെട്ടാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ആ വാർഡില് മുസ്ലിം ലീഗിന് ആകെയുള്ള വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 800-ൽ പരം വോട്ടാണ്. ആ 800-ൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അതില് യൂത്ത് ലീഗുകാരുണ്ടാവുക മാക്സിമം പോയാൽ 400 യൂത്ത് ലീഗാണ്. ആ 400 യൂത്ത് ലീഗുകാർക്ക് കൂടി ഏതാണ്ട് 2 കോടി രൂപയുടെ വികസന പ്രക്രിയ ഏറ്റെടുക്കാൻ ധൈര്യം വരിക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേറെ വല്ല പണിയും നടക്കുമോ? ഈ 2 കോടി ഉണ്ടാക്കലല്ലാതെ. ഏതാനും നാളുകൾക്ക് മുമ്പ് കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ യൂത്ത് ലീഗ് കമ്മിറ്റി എന്നെ വിളിച്ചു. പ്രസിഡന്റ്, ഞങ്ങളുടെ നാട്ടിലൊരു ആൾക്ക് കിഡ്നി പോയിട്ടുണ്ട്, 25 ലക്ഷം രൂപ വേണം, ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളൊരു മെസ്സേജ് തരണം. ഞാൻ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ അനിവാര്യതയെ സംബന്ധിച്ച് അത് നമുക്ക് നൽകുന്ന പ്രതിഫലത്തെ കുറിച്ചൊക്കെ ഒരു 6-7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് തയ്യാറാക്കി അവർക്ക് അയച്ചു കൊടുത്തു. അവരാ ക്ലിപ്പ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചു. ഇനി ഒരു പൊതുയോഗത്തിന് ഞാൻ അതിനടുത്ത് പോയപ്പോ ആ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 17 ലക്ഷം രൂപ കിട്ടി. നിർവഹിക്കണം, പെണ്ണിന്റെ മേനി കാണാൻ, നഗ്നതയെ ആസ്വദിക്കാൻ, ലൈംഗികാശ്ലീലതകൾക്ക് വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നത് എന്ന പൊതുധാരണയെ തിരുത്തിക്കൊണ്ട്, യുവത്വം ഇവിടെ നാശകാരികളാണ് എന്ന പൊതുബോധത്തെ തിരുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി മനുഷ്യന്റെ ദൈന്യത പരിഹരിക്കുന്ന നന്മയുടെ കൂട്ടായ്മയാക്കി യുവാക്കളെ മാറ്റിയെടുക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ, ഈ നാടിന് മാതൃകയാക്കാവുന്ന ഒരു നന്മയുടെ രാഷ്ട്രീയത്തെ ഈ ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു പച്ചക്കുപ്പായം ഇട്ടിട്ട് വന്നാൽ, കോഴിക്കോട്ടെ MLA പ്രദീപ് കുമാർ അദ്ദേഹത്തിന്റെ MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് നീക്കി വെച്ച് വിദ്യാഭ്യാസ വികസനത്തിന്റെ ഭാഗമായി തന്റെ മണ്ഡലത്തിലുടനീളം പച്ചബോർഡ് സ്ഥാപിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞതിനു ശേഷം ൂലങ്ങാടിയിൽ അബ്ദുൾ റബ്ബിന്റെ മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ ഒരു പച്ചബോർഡ് വെച്ച് പോയപ്പോഴേക്കും വിദ്യാഭ്യാസത്തെ ഇസ്ലാമീകരിക്കുന്നു എന്ന് RSSും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മത്സരിച്ച് ആരോപിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാലത്ത് ആലപ്പുഴയിലെ അനന്തപുരം കൊട്ടാരത്തിലെ ഹരിഹരവർമ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നിട്ട് പാണക്കാട് തങ്ങളുടെ കൈകളിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് എനിക്ക് ഈ ജനസഞ്ചയത്തോട് 2 വാക്ക് പറയണം എന്ന് പറഞ്ഞു. മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് അയാൾ പറഞ്ഞു, മതേതരത്വം പ്രസംഗിക്കുകയും മതേതരത്വം പ്രായോഗികരിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തത്. ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗക്കാരൻ ലീഗിന്റെ സംവരണ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി വന്നതല്ല. ആലപ്പുഴയിലെ അനന്തപുരം കൊട്ടാരത്തിലെ ഹരിഹരവർമ്മയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ വേദിയിലേക്ക് വരുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ബൈത്തുർ റഹ്മയുടെ താക്കോൽ ദാനകർമ്മം നിർവഹിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നപ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കടലാസിന്റെ ചുറ്റുണ്ട്. വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഇത് ഞങ്ങളുടെ പിതാവ് മരിച്ചു പോകുമ്പോ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച 7 സെന്റ് സ്ഥലമാണ്, ഇതിന്റെ ആധാരം തങ്ങൾ സ്വീകരിക്കണം, ഇത് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തിനെന്നാൽ ഞങ്ങളുടെ പിതാവിന് പരലോക മോക്ഷം ലഭിക്കാൻ ഈ സ്വത്ത് ദാനം ചെയ്യണമെന്ന് ഞങ്ങൾ മക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ദാനം ചെയ്യാൻ എന്താണ് മാർഗമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോ ഞങ്ങളോട് പലരും പറഞ്ഞു, മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മ എന്ന പേരിൽ പാവങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ആ വീടിന് വേണ്ടി ഈ ഭൂമി ദാനം ചെയ്യാമെന്ന്. അതുകൊണ്ട് ഇതാ ഈ 7 സെന്റ് ഭൂമിയിൽ നിങ്ങൾ 2 പാവങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കുക. ഞങ്ങൾ ആധാരം സ്വീകരിച്ചിട്ട് ചോദിച്ചു, അല്ലമോ അനുജ, എന്താ നിങ്ങളുടെ പേര്? ആ സഹോദരൻ പറഞ്ഞു, എന്റെ പേര് സുരേഷ് എന്നാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയെന്ന് എതിരാളികൾ ആക്ഷേപിക്കുന്ന, വർഗീയവാദ പ്രസ്ഥാനമെന്ന് എതിരാളികൾ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് തങ്ങളുടെ പിതാവിന്റെ അനന്തര സ്വത്തായ 7 സെന്റ് ഭൂമി
വാഗ്ദാനം ചെയ്താൽ ആ പിതാവിന് പരലോക മോക്ഷം കിട്ടുമെന്ന് സുരേഷിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ആകാശത്തിന് കീഴിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നന്മയെ കാണാൻ, വായിക്കാൻ, ആ നന്മക്ക് പിന്തുണയേകാൻ ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.